സൂപ്പർ ആയിച്ചി. എന്തൊരു ടേസ്റ്റ് എന്നറിയോ? ഇത് കണ്ടാത്തൊന്ന് നീ ഇതുവരെ ജിലേബി കഴിച്ചിട്ടേ ഇല്ല. അയ്യോ, നമുക്ക് വേണ്ടായേ. ഈ ഹിറ്റ്ലറിന്റെ ജിലേബി കഴിച്ചാലേ എനിക്ക് കഴിക്കും. അതെ, ഞാനത് അമ്മയ്ക്കുണ്ടേ കൊടുത്തിട്ട് വരാം. ഇപ്പൊ വരാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഹായ്, ഓർമ്മയുണ്ടോ എന്നെ? പിന്നില്ലാതെ. അന്നാ കത്ത് താഴെ വീണതുകൊണ്ടല്ലേ ഇവിടുത്തെ ഹിറ്റ്ലർ എന്റെ പിന്നാലെ വന്നത്. സത്യത്തില് ആ ലെറ്റർ ഒന്ന് മാറിപ്പോയത് ഇപ്പൊ നന്നായില്ലേ? നന്നായിന്നോ? കൊള്ളാം. ആ കത്തിനു വേണ്ടി ഹിറ്റ്ലർ എന്റെ പിന്നാലെ വണ്ടി ഓടിച്ചു വന്നില്ലേ? അയാൾ അന്ന് എന്നെ വണ്ടി ഇടിച്ച് കൊല്ലാതിരുന്നത് എന്റെ ഭാഗ്യം. ഡിക്ക് ഒരു കാര്യം തീരുമാനിച്ചാ അത് നടത്തിയിരിക്കും. ഓ, എല്ലാം ഒന്നും അങ്ങനെ നടക്കണമെന്നൊന്നുമില്ല. ആര് പറഞ്ഞു? ജീവിതത്തില് ഇനി ഒരു വിവാഹം കഴിക്കില്ലെന്ന് തീരുമാനിച്ച ഡിക്ക് ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? നീ ഹാപ്പി അല്ലേ? പിന്നെ സത്യത്തില് ഞാൻ ഭയങ്കര ഹാപ്പിയാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, ചോദിക്കേ. അല്ല, എനിക്കിതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങളുടെ ഭാവി എന്താവെന്ന് ആലോചിച്ചപ്പോ എനിക്കൊരു ടെൻഷൻ. അതുകൊണ്ടാ. അല്ല, ഞാൻ അതുകൊണ്ട് മാത്രം ചോദിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാ ഹിറ്റ്ലറിനെ ഇത്രക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നത്? ഞങ്ങള് തമ്മില് നല്ല സുഹൃത്തുക്കളായതുകൊണ്ട്. ഓ, എന്നാലും പുറമേ കാണുന്ന പോലെയല്ല, ഡിക്ക് ഒരു പാവാ. പാവോ? ഹിറ്റ്ലറോ? കൊള്ളാം. അയാൾ എപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എപ്പ നോക്കിയാലും ഈ ലോകത്തോട് മുഴുവൻ പിണങ്ങിയതുപോലെ മുഖവും വീർപ്പിച്ച് പട്ടാള ചിട്ടയിൽ എല്ലാവരോടും പെരുമാറി ഒരുമാതിരി മനുഷ്യത്വമില്ലാത്തൊരു ജന്മം. ഹലോ, എത്രയും പെട്ടെന്ന് ഈ കല്യാണത്തിന് പിന്മാറുന്നതാ പൗർണമി നിനക്ക് നല്ലത്. ബുദ്ധിയുള്ള ഒരു പെണ്ണും അയാളെ കല്യാണം കഴിക്കത്തില്ല. ഭ്രാന്ത് പിടിച്ച് ചത്തുപോകത്തില്ലയോ? തനി കാട്ടുമാക്കാൻ. നീ എന്താടി കാണിച്ചത്? സോറി. എന്ത് സോറി? ഇവള് ചെയ്തത് കണ്ടില്ലേ? ഇവിടെ വന്ന് നിൽക്കണോ? ഞാൻ എവിടെയൊക്കെ നോക്കി. കേക്ക് മുറിക്കാൻ സമയമായി. വിളിക്കുന്നു. അടേക്കയുടെ ദേഹത്ത് വീഴാഞ്ഞത് കാര്യായി. അങ്ങനെ വലിച്ചു കീറി ഒട്ടിച്ചാന്. Thank you. Happy birthday, man. Thank you. വടിയുടെ എവിടേക്കാ മമ്മി? നിന്റെ അമ്മയുടെ അടുത്തേക്ക്. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ മമ്മി. വരാൻ
മമ്മി ആശാലതെ ഇങ്ങോട്ട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ മമ്മി. വരാൻ. മമ്മി ഞാൻ പറയുന്നത് കേക്ക് അച്ഛ. വാ ഇങ്ങോട്ടും. അമ്മേ വേണ്ട. അമ്മേ ആശാലതെ അമ്മേ പ്ലീസ് ഞാൻ പറയട്ടെ. ഒന്ന് നിക്കാൻ. അമ്മേ ഇവിടെ ഇരിക്കും. മമ്മി മമ്മി പ്ലീസ് മമ്മി. എഴുത്. ആശാലതെ എന്താ ഇത്? ഒരു തെറ്റും ചെയ്യാത്ത അവളെ ഇങ്ങനെ ശിക്ഷിക്കുന്ന എന്തിനാ? ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. അവൾ എന്തെഴുതണമെന്നാ നീ പറയുന്നേ? എന്നും നീ എഴുതുന്ന പോലെ എഴുതാനല്ല മമ്മി പറഞ്ഞത്. എന്താ എഴുതണ്ടേന്ന് ഞാൻ പറഞ്ഞു തരാം. ദാ എഴുതിക്കോ. ജീവിതത്തിൽ ആദ്യമായി ഇന്ന് ഞാനൊരു നല്ല കാര്യം ചെയ്തു. അങ്ങനെ വേണം എഴുതാൻ. എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? ആശാലതെ നീ തന്നെയാണോ ഈ പറയുന്നത്? തെറ്റ് ചെയ്താൽ ഞാൻ ശിക്ഷിക്കും. അതുപോലെ ഇവള് നല്ലത് ചെയ്താ ഞാൻ അഭിനന്ദിക്കും. ഇവളാ ഇനി ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. ക്ഷമ ചോദിക്കാനല്ല ഞാൻ ഇവളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. അല്ല പറയുന്നത് നീ ആയതുകൊണ്ടാ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത് അല്ലേ മോളെ? നാളെ മിക്കവാറും സൂര്യൻ പടിഞ്ഞാറുദിക്കും അല്ലേ ചാ? കളിയാക്കണ്ട. ഞാൻ ഇവളെ പെറ്റില്ലെന്നേ ഉള്ളൂ. എന്റെ മോള് തന്നെ ഇവള്. ഇവളെ കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം ഈ കുടുംബത്തിന് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അമരാവതിയിലെ മരുമകളെന്ന് പറഞ്ഞ ആരാ? മമ്മി ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഇനി ഒന്നും പറയണ്ട. എഴുത. ഈ സന്തോഷം നിന്റെ അമ്മ കൂടി അറിയട്ടെ. ഈ കുടുംബത്തിന്റെ രക്ഷ ഇനി നിന്റെ കയ്യിലാ. ആശാലതെ എനിക്ക് നിന്റെ ഈ സംസാരം കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ സുധേട്ടാ ഇത്? എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? ഇവളെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തിനാണെന്നാ നിങ്ങളുടെ വിചാരം? ഇവള് നന്നാവാൻ വേണ്ടിയാ. അങ്ങനെ ഞാൻ വളർത്തിയന്റെ ഗുണം കൊണ്ടാ ഇവൾക്ക് ഇപ്പൊ ഈ നിലയിലെത്താൻ പറ്റിയത്. അല്ലേ ജ്യോതിമോളെ? നിന്ന് നിൽപ്പിന് ഈ നിറമാർന്ന ഓന്തിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അമ്മ ഇങ്ങനെ ചേച്ചിയോട് പെരുമാറുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ ഇതൊക്കെ പറയും. ഇവളെ കണ്ടു പഠിക്കടി. ആ നിങ്ങൾ വരാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തിരക്കുള്ള ദിവസങ്ങളാണ്. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. എല്ലാത്തിന്റെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്നും മിസ്സാവാതെ നോക്കണം. എല്ലാം ഈ ഫയലിലുണ്ട്. പിടിക്കാം. എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതിന് ഞങ്ങൾ എല്ലാരും കൂടി വന്നത്. എന്താ കാര്യം? ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരുന്നത് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ വീടിന്റെ പടികടന്നു വരുന്ന പെൺകുട്ടിക്ക് അതിനുള്ള അർഹത ഉണ്ടായിരിക്കണം. കുടുംബമഹിമയും കഴിവും പ്രാപ്തിയും ഉണ്ടായിരിക്കണം. അതിന് ജ്യോതിയെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ DK ഈ തീരുമാനം എടുത്തത്? DKക്ക് ചേർന്ന ഭാര്യയാണോ ജ്യോതി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്. അക്കാര്യത്തില് ഇവരെല്ലാം ഒരേ അഭിപ്രായക്കാരാ. അപ്പൊ നിനക്കോ? അല്ല, എനിക്കും അതേ അഭിപ്രായം തന്നെയാ. അതുകൊണ്ടിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ പറയുന്നത്? ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു പുനരാലോചന നടത്തിക്കൂടെ? കുറച്ചുകൂടി നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി. സ്റ്റോപ്പ് ഇറ്റ്. നീ എന്താ പറഞ്ഞത്? DKയുടെ മാരേജ് ഫിക്സ് ചെയ്തു. അതുകൊണ്ടാണല്ലോ നമ്മളെ അയാൾ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ പറയല്ലേ. DK നമുക്ക് വേണ്ടി ചെയ്തത് ഒരു നല്ല കാര്യല്ലേ? ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ എല്ലാം DKയുടെ സമ്മാനമല്ലേ? എന്നിട്ട് കുറ്റപ്പെടുത്തുന്ന പോലെ ഈ സംസാരം. DK ഏട്ടനും തമ്മി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്കെന്തറിയാം?
ഹണിമൂന്റെ പേര് പറഞ്ഞ് എന്നെ അവിടെ നോട്ടിച്ചാണെന്ന് നിനക്കറിയില്ലല്ലോ. ഞാൻ ചോദിച്ചു കേട്ടില്ലേ? കേട്ടു ഒരു പ്രശ്നവും ഇല്ല. അല്ല, ഈ രണ്ടാം കെട്ടിന് തലവെച്ചത് ഏത് ഹതഭാഗ്യാണോ ആവോ? ഏതോ ഒരു ജ്യോതി. ജ്യോതിയോ? പറച്ചിലേട്ടാ തോന്നും ഈ ജ്യോതി ഏട്ടന്റെ കൂട്ടുകാരിയാന്ന്. ഏട്ടന് ജ്യോതി അറിയാവോ? ഏയ് ഇല്ല. നീ ഫ്രഷ് ആവ്, നമുക്ക് പുറത്തോണ്ടേ. ശരി. മിടുക്കനാടിക്കേ നീ. ഇതിനാണല്ലേ നീ ആ ജ്യോതിയെ സഹായിക്കാൻ കൂടെ കൂടിയത്. കാരണം ഉണ്ടായതുകൊണ്ട് തന്നെയാ ഞാനിതിനെ എതിർക്കുന്നത്. ഇതയാളുടെ രണ്ടാം വിവാഹമല്ലേ? അയാളുടെ ഭാര്യ എങ്ങനെയാ മരിച്ചെന്ന് നമുക്കറിയില്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഇങ്ങനൊരു പ്രതിസന്ധി വരുമെന്ന് നമ്മളാരെങ്കിലും വിചാരിച്ചോ? പിന്നെന്തിനാ നമ്മൾ അയാളുടെ ഭാര്യ മരിച്ചതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു? അതുമാത്രമല്ല ചേച്ചി, അഹങ്കാരികളായ 3 മരുമക്കൾ. അറിയാലോ അവരുടെ പ്രകൃതം. അവര് ചേച്ചിയെ പരമാവധി ദ്രോഹിക്കും. ഒരു നിമിഷം പോലും ചേച്ചിക്ക് ആ വീട്ടിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നീ പറഞ്ഞതൊക്കെ സത്യമായിരിക്കാം, പക്ഷെ എന്റെ വിധി ഇതാ. ഒഴിഞ്ഞു മാറാൻ എനിക്ക് പറ്റില്ല. ഞാൻ സ്വയം ഒരു പണയവസ്തു ആയിപ്പോയി. പണയവസ്തു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടി ചേച്ചി അയാളുടെ പണയവസ്തു ആയത്? നിനക്ക് വേണ്ടിയാ ഞാൻ എന്റെ ജീവിതം പണയവസ്തു ആക്കിയതെന്ന് എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ലല്ലോ മോളെ. അറിവ് മൃഗത്തിനെ പോലെ ഞാൻ അയാൾക്ക് മുന്നിൽ നിൽക്കുന്നത് നിന്റെ രക്ഷയ്ക്കാണെന്ന് ഞാൻ എങ്ങനെ നിന്നോട് പറയും? ചേച്ചി എന്താ ആലോചിക്കുന്നേ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? കേട്ടു, പക്ഷെ പറയാനൊരു ഉത്തരം എന്റെ കയ്യിലില്ല. ഒന്ന് മാത്രം എന്റെ മോള് മനസ്സിലാക്കിയാൽ മതി. ഈ വിവാഹം നടന്നാൽ മാത്രമേ ഈ വീട്ടിലെല്ലാവർക്കും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ. അപ്പൊ ചേച്ചിക്കോ? ചേച്ചിയുടെ ജീവിതത്തിൽ സമാധാനം വേണ്ടേ? ആ നരകത്തിലേക്ക് ചേച്ചി ഞങ്ങൾ എറിഞ്ഞു കൊടുക്കണോ? നിങ്ങളുടെ വാക്കിന് ഇത്ര വിലയില്ലെന്ന് ഞാൻ കരുതിയില്ല. എന്റെ അനിയത്തിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാ ഞാൻ നിങ്ങളോട് ഒരു സഹായം ചോദിച്ചത്. അതിനു പകരമായി ഈ ഹിറ്റ്ലറിന്റെ ഭാര്യ എന്ന മുൾക്കിരീടോ നിങ്ങൾ എന്റെ തലയിൽ വെച്ചു തരാൻ നോക്കിയത്. ഒരു വാക്കിന്റെ ബലത്തിൽ നിങ്ങൾ എന്നെ ചങ്ങലക്കിട്ടു. ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? അല്ല, എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കേണ്ട കാര്യമില്ലല്ലോ. ദാ, ഇത് തിരിച്ചു വാങ്ങണം. ഇതിന്റെ ആവശ്യം എനിക്കിനില്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണം പ്ലീസ്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡിക്ക് അവള് വളച്ചൊടിച്ച് കക്ഷത്ത് വെച്ച് കൊണ്ടുപോയതാണ്ടില്ലേ? ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ ഈ ദുർവാസാവിന്റെ തപസ് അവള് മുടക്കും. അതുറപ്പാ. നാളെ ഈ മുറ്റത്ത് അവളുടെ കുട്ടികൾ ഓടിക്കളിക്കുകയും ചെയ്യും. എന്റെ ദൈവമേ, ഇനി എന്തൊക്കെ കാണണം. അതൊരിക്കലും പാടില്ല.
ഇത്തിരിയേ ഉള്ളെങ്കിലും അവളൊരു ആറ്റം ബോംബാ. അവൾ ഇതിനകത്ത് വന്നു കയറിയ ഡി കെ അവള് മാറ്റിയെടുക്കും. ഡി കെ സുപ്രിയാന്റിയെ മറക്കും. അയാൾ അവളോടൊപ്പം സന്തോഷമായിട്ട് ജീവിച്ചു തുടങ്ങിയ പിന്നെ നമ്മൾ ഈ വീട്ടിൽ അടിമകളായിട്ട് മാറും. അവളുടെ ആജ്ഞകൾ കൈ കെട്ടി നിന്ന് അനുസരിക്കേണ്ടി വരും. അങ്ങനെ വല്ലത് സംഭവിച്ച ഗോകുലിനെ ഡിവോഴ്സ് ചെയ്ത് ഞാൻ എന്റെ വീട്ടിൽ പോകും. അവളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. പിന്നെ ഞാൻ നിൽക്കൂ? അയ്യേടാ, ഞാൻ എന്റെ പാട്ടിന് പോവും. പോകുന്നവർക്ക് പോകാം. പക്ഷേ ഞാൻ ഒരിടത്തേക്കും പോകാൻ തീരുമാനിച്ചിട്ടില്ല. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യും. എന്ന് പറഞ്ഞ മുടക്കും. എന്ത് വില കൊടുത്തും ഞാൻ ഈ കല്യാണം മുടക്കും. അമരാവതിയിലെ മരുമകളായി അവൾ ഈ പടി കടക്കില്ല. ദിസ് ഇസ് ഡി കെ. എന്തുപറ്റി? നിനക്ക് വിശ്വാസം വരുന്നില്ലേ? നീ എന്തോ ഒന്നും പറയാത്തത്? സൂര്യ എന്റെ കൂടെ ഉണ്ട്. ഞങ്ങള് അമരാവതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അമരാവതിയിലേക്കോ? നിനക്കുള്ള സർപ്രൈസുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അവിനാശ്. നീ വേഗം അമരാവതിയിലോട്ട് വാ. നമുക്ക് അവിടെ വെച്ച് കാണാം. നിങ്ങൾ ഫോൺ സൂര്യക്ക് കൊടുക്കുക. ഞാൻ നൽകിയ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നീ ഇവിടെയും കൊണ്ട് തിരിച്ചു വന്നു. എന്തിനാ നീ ഈ പാവത്തിനോട് ഇങ്ങനെ ചെയ്തത്? നോക്കിക്കോ, അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തരുന്നുണ്ട്. ശരി, ഞാൻ നിന്റെ ഭാര്യയ്ക്ക് ഫോൺ കൊടുക്കാം. നീ തന്നെ സംസാരിക്കേ. ഏട്ടാ, ഏട്ടൻ വേഗം വരണേ. എന്താ സൂര്യ നീ ചെയ്തത്? നീ എന്താ എന്നോടൊരു വാക്കുപോലും പറയാറുന്നത്? അത് ഡി കെ പറഞ്ഞിട്ടാ. അതെ, ഡി കെ നമുക്ക് വേണ്ടി എന്തൊക്കെയോ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏട്ടാ, ഏട്ടൻ വേഗം എത്തണേ. ഹലോ, ഫോൺ കട്ടായി പോയെന്ന് തോന്നുന്നു. സാരമില്ല, അവൻ അമരാവതിയിലേക്കല്ലേ വരാൻ പോകുന്നത്. അവനുള്ളത് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. പോരെ? സോറി ടി കെ, ഞാൻ അവിടെ പോയി അവരോട് ക്ഷമ പറയാം. ഇനി ഇത് ആവർത്തിക്കില്ല. പ്ലീസ് ടി കെ. നിർത്തടാ. ക്ഷമ പറയാനായിട്ട് പോലും നിന്റെ നിഴലിനി ആ മുറ്റത്ത് വീഴരുത്. വെട്ടിക്കണ്ടിച്ചിട്ടാലും പിന്നെയും മുറി കൂടി മരണം എരന്നു വാങ്ങാൻ പറ്റുന്ന സൈക്കോയാണ് നീയെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി എന്റെ വാക്ക് നീ തെറ്റിച്ചാൽ നിന്റെ ഭാര്യ മാത്രമല്ല, അനിയത്തിയും തിരിച്ചറിയും ഈ ഏട്ടന്റെ യഥാർത്ഥ മുഖം. ഇല്ല ഡി കെ, പ്രിയ ഞാൻ മറന്നോളാം. ഒഴിവാക്കാം. എന്നെ വിശ്വസിക്കണം. നിന്നെ വിശ്വസിക്കാൻ ഞാനോ? ഒരിക്കലുമില്ല. നീ ആരാണെന്നും എന്താണെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം. ഈ ലോകത്ത് നിന്നെക്കുറിച്ച് മറ്റാർക്കും അറിയാത്ത പലതും എനിക്കറിയാം. എല്ലായിടത്തും നിനക്ക് ഒരു മുഖമേ ഉള്ളൂ, ചതിയനായൊരു പെൺവേട്ടക്കാരന്റെ മുഖം. തൽക്കാലം നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. പൊയ്ക്കോ. പക്ഷേ നിന്റെ വഴി തേടി വരാൻ നീ എന്നെ പ്രേരിപ്പിക്കരുത്. എന്റെ മോളോട് അയാൾക്ക് വലിയ സ്നേഹം. ഇങ്ങോട്ട് മാറി മാറി മാറി. മോളെ, ഈ പാലൊന്ന് കുടിച്ചേ. പാലോ? ഇതെന്താ പതിവില്ലാത്തൊരു ഏർപ്പാട്? ജ്യോതിമോക്ക് നല്ല ക്ഷീണമുണ്ട്. കല്യാണം തീരുമാനിച്ച പെണ്ണാ. എപ്പോഴും നല്ല ചുറുചുറുക്കോടെ നിക്കണം. അതിനീ പാലുടിക്കണം ആരാ പറഞ്ഞേ? നിന്നോട് വല്ലതും ചോദിച്ചോ? അതെ, ഇവിടെ ബാക്കിയുള്ളവർക്ക് ക്ഷീണമൊക്കെ ഉണ്ട്. അത് പ്രിയമോള് പറഞ്ഞത് ശരിയാ. കൊടുക്കുമ്പോ രണ്ടുപേർക്ക് കൊടുക്കണം. അതിന് ഇവിടെ രാത്രി പാല് കുടിക്കുവോ? ഇല്ലേ? ഇപ്പൊ ഇത് വേണ്ടത് എന്റെ ജ്യോതിമോൾക്ക. ഇവള് കാരണം ഇനി ഈ വീട്ടിൽ എല്ലാ ഐശ്വര്യവും വരാൻ പോകുന്നത്. ചേച്ചി, അലമാരിയിരിക്കുന്ന പാദസരം സൂക്ഷിച്ചോണേ. നീ പൊടിയാസത്തെ അഹങ്കാരം പറയാതെ.
ദാ മമ്മിയുടെ മോളിത് കുടിക്ക്. കുടിക്കും മോളെ. അയ്യോ എനിക്ക് വേണ്ടാഞ്ഞിട്ടാ മമ്മി. അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റത്തില്ല. കുറച്ചെങ്കിലും കുടിച്ചേ പറ്റൂ. അയ്യോ ഇങ്ങനെ സ്റ്റേജ് കൊല്ലല്ലേ അമ്മേ. സത്യത്തിൽ നീയൊക്കെയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടത്. നിന്ന നിൽപ്പി കാലുമാറാനുള്ള നിന്റെ കഴിവ് അപാരം തന്നെ. നിങ്ങൾ പോ മനുഷ്യ. എനിക്ക് മോളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ? ഞാൻ ഇവിടെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അധികം സ്നേഹം പ്രകടിപ്പിച്ചിട്ടുമില്ല. അതൊക്കെ എന്തിനാണെന്നാ നിങ്ങളുടെ വിചാരം? എന്തിനാ? മക്കള് നേരെ വളരാൻ വേണ്ടിയാ അമ്മമാര് വഴക്ക് പറയുന്നത്. മോളെ വാങ്ങിച്ചു കുടിച്ചോ, വല്ലപ്പോഴും കിട്ടുന്ന ബോണസാ. കുടിച്ചോ. അവര് പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട. മോള് കുടിക്കും. കുടിക്കും മോളെ. ആ മിടുക്കി. നീ എന്റെ ജ്യോതിമോളെ കണ്ടുപിടിക്ക്. എന്നിട്ട് കഴിഞ്ഞ ദിവസം വരെ അമ്മ പറഞ്ഞത് ചേച്ചിയുടെ എന്നെ കണ്ടുപഠിക്കാനല്ലേ? ഒരു 1.5 കാലമാറ്റായിപ്പോയി എന്റെ അമ്മേ. ആണെങ്കി കണക്കായിപ്പോയി. നിങ്ങൾ എന്നെ ബലമായി പിടിച്ചോണ്ട് പോയി എല്ലാവരുടെ മുന്നിൽ നിർത്തി ഞാനാണ് കല്യാണ പെണ്ണെന്ന് പറഞ്ഞു. അതിന് ഞാൻ ഉത്തരവാദിയൊന്നും അല്ല. നമ്മൾ തമ്മിലൊരു ഡീലുണ്ട്. അതിൽ നീ ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്തു. പകരം എനിക്ക് വേണ്ടി നീ ചെയ്യേണ്ടത് ഇതാ. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇനി നിനക്കാവില്ല. നിങ്ങൾ ചെയ്ത സഹായത്തിന് മറ്റെന്താവശ്യപ്പെട്ടാലും ഞാൻ തരാം. പക്ഷെ ഒരു വാക്ക് തന്നുപോയിന്ന് വെച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത ഈ കല്യാണത്തിന് എന്നെ നിർബന്ധിക്കുന്നത് ശരിയാണോ? നിങ്ങൾക്ക് വേറെ എത്രയോ പെൺകുട്ടികളെ കിട്ടും, എന്നിട്ട് എന്നെ തന്നെ കെട്ടണമെന്ന് നിങ്ങൾക്ക് എന്താ നിർബന്ധം? അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. നിന്നെപ്പോലൊരു പെണ്ണാണ് എന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത്. എന്നെ കല്യാണം കഴിക്കുന്നതിന്റെ പേരിൽ നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു നഷ്ടവും ഉണ്ടാവില്ല. മറിച്ച് ലാഭം മാത്രമേ ഉണ്ടാവൂ. ഇനി എനിക്കിതിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല. ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവളെ മാരേജ് കഴിച്ചയക്കുമ്പോ അവർക്കും ഉണ്ടാവില്ലേ കുറെ ഡ്രീംസ്? അതിലൊന്നല്ലേ ഈ എൻഗേജ്മെന്റ് റിങ്സ്? അത് ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവകാശമല്ലേ? ആരുടെയും അവകാശങ്ങളും കടമകളും ഒന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ആ മോതിരം മാത്രമേ അവൾ എന്നെ അണിയിക്കാവൂ. ഞാനത് അവളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മൈ സൺ, യു നോ എവറിത്തിങ് ബട്ട് നോ ഡു നത്തിങ്. നിനക്കെല്ലാം അറിയാം, പക്ഷെ നീ ഒന്നും ചെയ്യില്ല. നീ കല്യാണം കഴിക്കുന്നത് ജ്യോതിയാണെങ്കിലും ബന്ധം കൂടുന്നത് ആ ഫാമിലിയുമായിട്ടാ. അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടത് നിന്റെ കൂടെ ഡ്യൂട്ടിയാ. ആ പഴയ മോതിരം കൊണ്ടേ കൊടുത്തത് അവർക്ക് ഷെയിമായി കാണില്ലേ മൈസൺ? അതെങ്ങനെ? ഒരർത്ഥത്തിൽ നോക്കിയാൽ അവർക്കത് ലാഭമല്ലേ? മോതിരം വാങ്ങുന്ന പണം ലാഭം, സമയവും ലാഭം. യു ടോട്ടലി റോങ് മൈസൺ. സുപ്രിയയുടെ ഓർമ്മകളല്ല, ജ്യോതിയുടെ ജീവിതമാ നീ ഇനി സൂക്ഷിക്കേണ്ടത്. എന്റെ കണ്ടീഷൻസ് അമ്മയ്ക്കും അറിയില്ലേ? അതിനനുസരിച്ച് മാത്രമേ എനിക്കിനി ജീവിക്കാൻ പറ്റൂ. ആ മോതിരം തന്നെയാ അവൾ എന്റെ കയ്യിലിടേണ്ടത്. അതിലൊരു മാറ്റവും. എന്താ സംശയം? മരുമക്കളുടെ കടമ ഭംഗിയായിട്ട് ഞങ്ങൾ നിറവേറ്റും. അല്ലെങ്കിലും അവന്റെ ഐഡിയ എപ്പോഴും സൂപ്പർ ആയിരിക്കും. ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? എന്തു പഴഞ്ചൊല്ല്? ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ വൈഫ് എന്ന്. കറക്റ്റ് അല്ലേ? ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മ അത് വൈഫല്ല, ലൈഫാ. രണ്ടും ശരിയാ. വൈഫ് ഉണ്ടെങ്കിലല്ലേ ലൈഫുള്ളൂ. അപ്പൊ ശരി, നിങ്ങളത് സമ്മതിച്ചെന്ന് ഞാൻ ചെന്ന് അവനോട് പറയാം. ബൈ ഡോട്ടേഴ്സ്. കൂനിന്മേൽ കുരുന്ന് പറഞ്ഞോലായല്ലോ. ഇനി അവളുടെ വീട്ടില് തുണി കൊണ്ടു കൊടുക്കേണ്ട നാണം കെട്ട ജോലി കൂടി നമ്മൾ ചെയ്യണം പോലും. ഇതൊരു മാനക്കേട്. ഇത് ഈ പണിക്ക് ഞാനില്ല. ഞാനുമില്ല. അന്തസ്സും അഭിമാനവും എല്ലാവർക്കും ഉണ്ട്. അത് കളഞ്ഞിട്ടുള്ള ഒരു കാര്യവും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഞാനും വരില്ല. അങ്ങനെയല്ല,
ഇതൊരു നല്ല അവസരമാണ്. അവസരോ? അതെ, നല്ല ഒന്നാന്തരം അവസരം. ഈ അവസരം നമ്മൾ ഭംഗിയായിട്ട് മുതലെടുത്താ പിന്നെ ഈ അമരാവതിയുടെ മുറ്റത്തൊന്ന് കാല് കുത്താൻ പോലും അവൾക്ക് കഴിയില്ല. മായച്ച എന്താ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ പറയാം. പക്ഷേ എന്തു വന്നാലും നമുക്കവിടെ പോണം. ഇയാൾ എന്തിനാ വീഡിയോ കോൾ ചെയ്യുന്നത്? ഇയാൾ എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നാ തോന്നുന്നു. എന്റെ പൊന്നി ഹിറ്റ്ലറെ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? ഒരു ഫോൺ കയ്യിലുണ്ടെന്ന് കരുതി ആളുകൾ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? ഞാനങ്ങ് പുഴുങ്ങി തിന്നു. എന്തേ വല്ല കുഴപ്പമുണ്ടോ? നീ ആയതുകൊണ്ട് ചിലപ്പോ അതും ചെയ്യും. എന്തും ചെയ്യാൻ കഴിയുന്ന ആളല്ലേ. എന്നിട്ട് ആ മോതിരം കൊണ്ട് നിന്റെ വിശപ്പ് മാറിയോ? അയ്യടാ, ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. തന്റെ മോതിരം എങ്ങനെയെങ്കിലും ഈ കുരിശ് എന്റെ തലയിൽ നിന്ന് ഇറക്കി തരാവോ? തനിക്ക് പുണ്യം കിട്ടും. കിച്ചണിലാണോ റിങ് സൂക്ഷിക്കുന്നത്? എനിക്ക് എന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാ ആ റിങ്. അത് നഷ്ടപ്പെടുത്തരുത്. അല്ല, നിങ്ങളോട് എനിക്ക് ഈ മോതിരം തരാൻ ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ദേ, ഇനി ഇതുപോലെ മോതിരം കാണാനാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയുണ്ടല്ലോ, തന്റെ മോതിരം ഞാൻ എണ്ണയിലിട്ടൊന്ന് പൊരിക്കും. മനസ്സിലായോ? നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ റിംഗ് എക്സ്ചേഞ്ചിന്റെ സമയത്ത് ആ മോതിരം നിന്റെ കയ്യിലുണ്ടാവണം. ഇത്രയ്ക്ക് വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ ഇത് ഏൽപ്പിച്ചത്? തനിക്ക് എന്നെ അറിയാൻ മേലഞ്ഞിട്ടാ ഇടയ്ക്കിടയ്ക്ക് ഈ മോതിരം കാണാൻ വേണ്ടി താൻ എന്നെ വിളിക്കുന്നത്. എന്നെ ഒരു കാര്യം ഏൽപ്പിച്ച അത് ബാങ്ക് ലോക്കറിൽ വയ്ക്കുന്നതിന് തുല്യമാ. അതിനിങ്ങനെ നാഴിക്ക് 40 വട്ടം വിളിക്കണമെന്നില്ല. എന്താ എല്ലാരും കൂടെ ഇരിക്ക്. ഞങ്ങളുടെ ഭാവി അമ്മായിയമ്മയൊന്ന് കാണാൻ വന്നതാ. കൊല്ലാനാണോ വളർത്താനാണോ ഈ വരവ്? വളർത്താൻ തന്നെ. ആശാലതെ, കഴിഞ്ഞ ഒന്നും ആരും മനസ്സ് വെക്കണ്ട. നീ മോളെ വിളിക്ക്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടച്ചാ. ഇങ്ങോട്ട് വെച്ചോളൂ. എന്താ ഇത്? ഇത് ഞങ്ങളുടെ അമ്മായിയമ്മയ്ക്കുള്ള സമ്മാനങ്ങളാ. റിംഗ് എക്സ്ചേഞ്ചിന് അണിയാനുള്ള ഡ്രസ്സും ആഭരണങ്ങളും ഇതില്. ആണോ? സന്തോഷം. നിങ്ങൾ ഇത്രയ്ക്ക് സ്നേഹമുള്ളവരാണെന്ന് ഞാൻ കരുതിയില്ല. ദേഷ്യം വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. ക്ഷമിക്കണം കേട്ടോ. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൊടുക്കാനുള്ള വസ്ത്രങ്ങൾ ഇതിലുണ്ട്. അതിന് നിങ്ങളോട് ഇതൊക്കെ ആരാ ആവശ്യപ്പെട്ടത്? ഇവിടെ ആരും ഡ്രസ് ഇല്ലാത്തവരല്ല. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവയ്ക്കോ. എന്നിട്ട് ആ ഹിറ്റ്ലറിനെ തന്നെ ഏൽപ്പിച്ചോ. അമരാവതിയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ദാനം കൊടുക്കുന്നത് ആരും ആവശ്യപ്പെട്ടിട്ടല്ല. ഞങ്ങൾ ആരുടെയും ദാനങ്ങൾ സ്വീകരിക്കാറുമില്ല. പിന്നെ എന്തിനാ? ചിത്ര,